ഭീകരവാദത്തെ ചെറുത്തു നിൽക്കാൻ ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കുവാനായി ഇന്ത്യ കച്ചകെട്ടി ഇറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. അതിനിടയിൽ അനിഷ്ട സംഭവങ്ങൾക്കും ആ യാത്ര സാക്ഷിയാവുകയാണ്. പെട്ടെന്നായിരുന്നു മുതിർന്ന നേതാവിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ആരോഗ്യം നിലനിർത്തുവാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടാകും ഓരോ യാത്രയും തുടങ്ങുക. പക്ഷേ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടിയുടെ തലവനുമായ ഗുലാം നബി ആസാദിനാണ് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. കുവൈറ്റിലെത്തിയ വിദേശ പര്യടന സംഘം ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ഗുലാം നബി ആസാദിന് ചൊവ്വാഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. തുടർന്ന് ചൊവ്വാഴ്ച തന്നെ പരിപാടികളിൽ നിന്നും ഇദ്ദേഹം വിട്ടുനിന്നു. ഉച്ചയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ചയാണ് ബഹ്റൈൻ സന്ദർശനം പൂർത്തിയാക്കി BJP MP ബൈജൻ പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം കുവൈറ്റിലേക്ക് എത്തിയത്. നിഷികാന്ത് ദുബെ, ഫാങ്നോൻ കെനാക്, രേഖ ശർമ്മ, അസദുദ്ദീൻ ഒവൈസി, സംദാൻ സിംഗ് സന്ധു, ഗുലാം നബി ആസാദ്, ഹാർഷ് ശൃംഖള എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം ചൊവ്വാഴ്ച കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി സംഘം സൗദിയിലേക്ക് വിമാനം ഇറക്കി. സൗദിയിൽ നിന്നും 30-ന് അൾജീരിയയിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളിലെയും സന്ദർശനങ്ങളിൽ ഗുലാം നബി ആസാദ് പങ്കെടുക്കില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടുവാനുള്ള സാഹചര്യം ഇല്ല എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. മെയ് 23 മുതൽ പ്രതിനിധി സംഘം ബഹ്റൈനിലും മെയ് 25 മുതൽ കുവൈറ്റിലും സന്ദർശനം നടത്തി. ആസാദ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ പങ്കെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളിലും യോഗങ്ങളിൽ ആസാദിന്റെ സംഭാവനകൾ വളരെയധികം സ്വാധീനം ചെലുത്തി. കിടപ്പിലായതുകൊണ്ട് തന്നെ നിരാശയിലാണെന്നും പാണ്ഡെ പറഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും താമസിക്കുന്ന തീവ്രവാദികളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കാം പാകിസ്ഥാനിൽ താമസിക്കുന്ന തീവ്രവാദികളുടെ എണ്ണമെന്ന് പറഞ്ഞിരുന്നു ആസാദ്. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളെ അവിടെ സമാധാനപരമായി ജീവിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും ആസാദ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നേതാക്കൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാകാമെങ്കിലും ഇവർ ഇവിടെ ഇന്ത്യക്കാരായി ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആസാദിനെയും പാണ്ഡെയും കൂടാതെ നിഷികാന്ത് ദുബെ, ഫാങ്നോൻ കെനാക്, രേഖ ശർമ്മ, അസദുദ്ദീൻ ഒവൈസി, സംദാൻ സന്ധു, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് ശ്രീലങ്ക് എന്നിവരും സംഘത്തിലുണ്ട്. സൗദി അറേബ്യ സന്ദർശന വേളയിൽ പ്രതിനിധി സംഘം രാഷ്ട്രീയ പ്രമുഖർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചിന്തകർ, ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ എന്നിവരുമായി സംവദിക്കും. മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു. തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ നടപടികൾക്ക് ഇന്ത്യൻ പക്ഷം ശക്തമായി തന്നെ മറുപടി നൽകി. ആഗോളതലത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ചെറുക്കുന്നതിനും ഭീകരതയോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നയം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഓരോ MP-മാർ വീതം നയിക്കുന്ന 7 ഗ്രൂപ്പുകൾ അടങ്ങുന്ന ബഹുകക്ഷി പ്രതിനിധി സംഘത്തെ വിദേശത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്.